വെള്ളം കുടിച്ചിട്ട് പോയേ. ആ മോളെ, മോൾക്ക് ചായ എടുക്കട്ടെ? വേണ്ട ആന്റി, ഞാൻ കുടിച്ചതാ. ഓ അമ്മ ഇതാ ലേറ്റ് ആയി, നോക്കി പോണേ. ബൈ ബൈ. ശരി പോണേ. ഇതെന്താ കയ്യില് കാണുന്നില്ലേ? ലഡു. അത് മനസ്സിലായി. എന്റെ പൊന്നു മോളെ, നീ നിന്റെ ഒടുക്കത്തെ ലഡുതിട്ട് നീ എന്ന് നിർത്തുന്നോ അന്നേ നീ നന്നാവൂ. അതിലിപ്പൊ എനിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ബാ കേറ്. ഇവളോടൊക്കെ പറഞ്ഞു എന്നെ വേണം തള്ളാൻ. ഞാൻ പറയുന്നത് നീ കേക്ക്. അവിടെ നിനക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവാത്തെ? ഞാൻ മടുത്ത് പറഞ്ഞു. എടി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. എന്റെ പൊന്നെ അലക്സ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. നീ എന്താ കഴിക്കണില്ലേ? കഴിക്കണം. എന്തി? ഇതൊന്നും പിന്നെ പുതിയ കാര്യമല്ലല്ലോ. ഏത്? അല്ല ഇതേ. മോളെ, 4 വർഷത്തെ റിലേഷൻഷിപ്പാ. അത് അത്ര പെട്ടെന്ന് ഹാങ്ങപ്പ് പറയാൻ പറ്റൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. അല്ല, അമ്മ നിനക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ശരിയാണോ? അമ്മയ്ക്കല്ലെന്നേ, ആ കുഞ്ഞമ്മാവനാ എന്നെ കെട്ടിച്ചു വിടാൻ നിർബന്ധം. ആൽബിൻ നല്ല തങ്കപ്പെട്ട പയ്യൻ. മിന്നു? അതെ. അല്ല, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അത് ചിലപ്പം ഔട്ട്ഫിറ്റിന്റെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല. എന്നാലും അതല്ലല്ലോ. ഒന്ന് നോക്കട്ടെ. ഓ, അയ്യോ, ഇതെന്നെ 2020 ഫോട്ടോ അല്ലേ? ആ അങ്ങനെ പറ, ഇപ്പോഴല്ലേ മനസ്സിലായത്. കുഴപ്പമില്ല. നല്ല സൽസ്വഭാവിയായ തങ്കപ്പെട്ട സ്വഭാവമുള്ള ചെറുക്കൻ. അല്ല, ഞാനല്പം വണ്ണോണ്ടെന്ന് പറഞ്ഞപ്പം ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചേ. അല്ല, എൻ്റെ മിസ്റ്റേക്കാണ്. നല്ല തങ്കപ്പെട്ട മനസ്സിലായില്ലേ? കഴിച്ചോ? തൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക്, തൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? മിന്നു. മിന്നു. എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പിന്നെ അമ്മയും പെങ്ങളെ നിർബന്ധിച്ചപ്പോൾ ഒന്ന് വന്നേ ഉള്ളൂ. എനിക്കെൻ്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിങ്ങനെ തന്നെ പോലെ ഇത്രയും പൊണ്ണത്തടിയുള്ള ആളെയൊന്നും പറ്റില്ല. എനിക്ക് എന്നെ പോലെ ഫിറ്റായിട്ട്, മനസ്സിലായില്ലേ? ഇത് പറയാനാണെങ്കിൽ തനിക്ക് കോൾ ചെയ്തോ മെസ്സേജ് ചെയ്തോ പറഞ്ഞ പോരായിരുന്നോ? ഞാൻ പിന്നെ ഇങ്ങനെ ഉടുത്തിറങ്ങി കെട്ടി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇത്രയും തിരക്കുള്ള ഞാൻ ഉടുത്തൊരുങ്ങി വന്നോ പൊണ്ണത്തടിച്ച്? എന്താടി നീ നോക്കണ? ചേട്ടാ, ചായക്ക് ചൂടുണ്ടോ? പിന്നെ ഇങ്ങനെ അവന്റെ ചെക്കന്മാരൊക്കെ നിന്നെ പറയാതിരിക്കണ? ഇതല്ലേ നിന്റെ അവസ്ഥ? എനിക്കിത് കാണുമ്പോ കൊതിയോ? നീ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനാ? അമ്മേ. ആ വന്നല്ലോ. ഓടരുത്. അമ്മാവനിപ്പോ വന്ന് അറിഞ്ഞിട്ട് എന്തിനാ? നേരത്തെ മുങ്ങാനായിരിക്കുമല്ലേ? ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. അത് എനിക്കറിയാം. അമ്മാവൻ ജ്യൂസ് കുടിക്ക്, ഞാൻ ചായ എടുക്കാം. അമ്മാവൻ ചായ കുടിക്കില്ല എന്ന് മോക്ക് അറിയാൻ പാടില്ലേ മോളെ? എന്നാ ഞാനൊന്ന് കഴിയട്ടെ. ചെല്ലുമല്ലേ, ആ വഴി മുങ്ങരുത്.
ദേ നിനക്കേ അമ്മാവും കൊണ്ടുവന്നതാ. പുതിയ കല്യാണാലോചന വല്ലതും ശരിയായിട്ടുണ്ടാവുമല്ലേ? അതെ, നല്ല ചെറുക്കനാടി. എടാ അവൾക്ക് താല്പര്യമില്ല, പിന്നെ നോക്കണ്ട, വേണ്ട. ഹ, ചേച്ചി എനിക്കൊരു അവസരം കൂടി താട്ടേന്നേ. ഇത് നടക്കും, എനിക്ക് ഉറപ്പാ. ദേ അവിടെയും അമ്മ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള ഒരു കുടുംബം തന്നെയാന്നേ. നല്ല പയ്യനാ ചേച്ചി. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അത് മതി. ഹലോ ഹലോ, എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആണോ? ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഹായ്. ഹായ്. വന്നിട്ട് കുറേ നേരമായോ? 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിക്ക് പെട്രോൾ അടിക്കാന്ന് കയറി. അവിടെയാണെങ്കിൽ ഒടുക്കത്ത് തിരക്കും, ഒന്നും പറയണ്ട. നല്ല പ്ലേസ് അല്ലേ, നല്ല ആംബിയൻസും. എന്തായാലും ഇവിടെ കാണാന്ന് വെച്ചാൽ നന്നായി. ഞാൻ അതാണ് ഇങ്ങനത്തെ പ്ലേസ് പറഞ്ഞത്. ഓ, പക്ഷേ ഈ ലഡ്ഡു ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അതെങ്ങനെ? അല്ല, ഇൻസ്റ്റ ഉണ്ടല്ലോ, ഞാൻ തൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പിക്സെല്ലാം കണ്ടായിരുന്നു. അതിൽ ഹാപ്പി ബർത്ത്ഡേ ലഡ്ഡു, പിന്നെ താൻ ഈ ലഡ്ഡു ഉണ്ടാക്കണതും കഴിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അതിൽ. പക്ഷെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി എങ്ങനെ? അത് എൻ്റെ അങ്കിള് തന്നു. ഓ, അങ്ങനെ ഞാൻ ഇൻസ്റ്റ അൺഫോളോ ചെയ്ത് ബ്ലോക്ക് ചെയ്താണല്ലോ. ഹലോ, എന്താ ആലോചിക്കണേ? ഒന്നല്ല. എന്തെങ്കിലും ചോദിക്കാണ്ടോ? അങ്ങനെ ചോദിച്ചാ താനിപ്പോൾ എന്താ വർക്ക് ചെയ്യുന്നേ? ഞാൻ ആർക്കിടെക്റ്റാ. അതല്ല, വേറെ എന്തോ മോഡലിംഗ് അങ്ങനെ എന്തോ. ഓ അതോ, അതെനിക്ക് പണ്ടോട്ടേ ഉള്ളതാ, ഈ മോഡലിംഗ് മൂവി ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കംപ്ലീറ്റ് അതിലേക്ക് എത്തിയിട്ടൊന്നുമില്ല, പക്ഷേ അതാണ് ആഗ്രഹം. ഓക്കെ. അതെ, ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ല വെള്ളിയും പറയും. ഈ പെണ്ണുങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത്. താനെങ്ങനെ വന്നേ? ഞാൻ ബസ്സിൽ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. ഓ, എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ ഇവിടെ അമ്മയോട് സംസാരിക്കട്ടെ. ഞാനമ്മ മാത്രമല്ല വീട്ടിലുള്ളൂ. താനൊന്നും ആലോചിക്ക്. തനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മീറ്റ് ചെയ്യാം. എന്താ? ഓക്കെ. ഓക്കെ ആണോ? അങ്ങനെയല്ല. ഓക്കെ അല്ലേ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വിളിക്കാം. നമ്പറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. എന്നാ കാണാം. ബൈ. ശരി, ബൈ. പോട്ടെ. ശരി എന്നാ. അതെ, ഓക്കെ ആണോ? എന്ത്? അല്ല, നമ്മൾ തമ്മിൽ ഓക്കെ ആണോന്ന്.
കരളിതിൽ നീ എഴുതുകയായി പുതിയൊരു കാവ്യം വിരലുകളോ മൊഴിയുകയായി പ്രണയ സ്വകാര്യം കരളിതിൽ നീ എഴുതുകയായി പുതിയൊരു കാവ്യം വിരലുകളോ മൊഴിയുകയായി പ്രണയ സ്വകാര്യം എടി അതെ, എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. എന്ത് കണക്ഷൻ കിട്ടുന്നില്ലെന്ന്? അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹീസ് ഹാൻസം, മോഡൽ ബോയ്, 250K ഫോളോവേഴ്സ് എങ്ങാനും ഇൻസ്റ്റയില് ഉണ്ടെന്ന് തോന്നുന്നു. അത് തന്നെയാ. നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ല എന്നോടും. ഇപ്പം എന്താ കാണിക്കുന്നേ? എല്ലാ ആമ്പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാ. ആദ്യമൊക്കെ സിമ്പതി തോന്നി ഇമോഷണലി അങ്ങ് അറ്റാച്ച്ഡ് ആവും. പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്കതങ്ങ് മടുത്തു തുടങ്ങും. പിന്നെ നീ അവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് കണ്ടിട്ടുണ്ടോ? 80% പെൺപിള്ളേരാ. അതിൽ ചേട്ടൻ്റെ മുടി കൊള്ളാം, ചേട്ടൻ്റെ ബോഡി കൊള്ളാം, ചേട്ടൻ്റെ തേങ്ങ, ഇതൊക്കെ തന്നെ സ്ഥിരം വരുന്നത്. ഇതൊക്കെ നീ എപ്പോൾ കണ്ടു? എൻ്റെ പൊന്നു മീനു, നീ ഒരു മണ്ടിയാ, നിനക്കൊന്നും അറിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അവനതൊരു ബുദ്ധിമുട്ടാവരുത്. ഞാനത്രേ ഉദ്ദേശിച്ചുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ഏതീ തവളയോ പറ്റാത്ത ഡ്രസ്സും വലിച്ചു വാരിക്കൊണ്ട് നിൽക്കുക. തവളയെ പിടിച്ചോണ്ട് പോടാ. ഇതൊക്കെയാണോ? ഓക്കെയാണല്ലോ, എന്താ കുഴപ്പം? പക്ഷെ അവര് താനൊന്നും മൈൻഡ് ചെയ്യണ്ട. ഒരു മിനിറ്റ്. ഹലോ. ആ ശരി. ആ ഓക്കെ ഓക്കെ. നടക്കൂല. താനെന്താ കയറിയില്ലേ? കയറിക്കോ. പിടിച്ചടാ. എന്തു പറ്റി? ഒന്നുമില്ല. ആ എന്നാ പിന്നെ നീ വേഗം റെഡിയാവ്. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് നല്ല സുഖമില്ല. നമുക്കേ പുറത്തു പോയി ഫുഡ് കഴിക്കാം. അൽസാജിലേ നല്ല ചൂട് പത്തിരിയും ചിക്കൻ. എനിക്കൊന്നും വേണ്ട. എന്താ നീ ഇന്ന് പട്ടണം എടുക്കാൻ പോവാ? നിന്ന് ചെറുങ്ങാതെ വാ പെണ്ണെ. അമ്മക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്ക് വേണ്ട. എപ്പോ നോക്കിയാലും കഴിക്കും പറഞ്ഞ് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. 95 കിലോ ഉണ്ട് ഞാൻ. ചെറുപ്പം മുതലേ ഓരോന്ന് ഉണ്ടാക്കി തന്ന് കഴിപ്പിച്ച് ഇതൊന്നും ഇല്ലാണ്ട് എനിക്കിപ്പോ പറ്റുന്നില്ല. ഫ്രണ്ട്സ് കളിയാക്കുന്നത് പോട്ടെ, ഇതിപ്പോ പുലരി മഴകളിതിലെ വന്നു പോയി, നീ കേട്ടുപോ. ഇലകളുതിരുമിരവുമെങ്ങു പോയി, നീ കണ്ടുപോ. ഒരു യാത്ര തൻ കഥ തീരവേ, പറയാതെ നാം വഴിമാറവേ, മറുവാക്കുമിണ്ടാതെ നീ പോകവേ, ഒരു തേങ്ങലായി എൻ്റെ മനമാകവേ, മറയില്ല
മറമായില്ല നീ എന്നും എന്നോർമ്മയിൽ. പുലരി മഴകളിതിലെ വന്നു പോയി നീ കേട്ടുവോ? ഇലകളുതിരമിരവും എങ്ങു പോയി നീ കണ്ടുവോ? അതെ, ഞാൻ വീട്ടിലേക്ക് വരാൻ പിക്ക് ചെയ്യാനായിട്ട്. വേണ്ട, ജംഗ്ഷനിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. അതെന്താ? മനമാകേതോ കനവായിരുന്നു പല ദൂരമിന്നോളമിവിടെ വരെ നിറമാർന്നൊരാ നിമിഷങ്ങളിൽ കനലായി മാറുന്നിതാ. മറയില്ല മായില്ല നീ എന്നും എന്നോർമ്മയിൽ. ഡി, നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? ജ്യൂസ് പറയട്ടെ? പൈനാപ്പിൾ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. ശരിക്കും? പുലരി മഴകളിതിലെ വന്നു പോയി നീ കേട്ടുവോ? ഇലകളുതിരുമിരവും എങ്ങു പോയി നീ കണ്ടുവോ? ഒരു യാത്ര തൻ കഥ തീരവേ പറയാതെ നാം വഴിമാറവേ മറുവാക്കുമിണ്ടാതെ നീ പോകവേ ഒരു തേങ്ങലായി എൻ്റെ മനമാകവേ മറയില്ല മായില്ല നീ. ഞാൻ അവനൊട്ടും മാച്ചല്ല. എന്ത് ചെയ്തിട്ടൊന്നും ശരിയാവുന്നുമില്ല. ഇനിയിപ്പോൾ അവൻ്റെ കൂടെ നടക്കുമ്പോൾ ഇത് ശരിയാവില്ല. വരുമോ നീ? നടക്കണില്ലേ? എനിക്കിതൊന്നും പറ്റുന്നില്ല. എനിക്ക് വയ്യ. പ്ലീസ്. ഓക്കെ. അമ്മേ, എന്താടി? ഞാനെന്നെ ദേഷ്യത്തിന് പറഞ്ഞതാ. എന്തിന്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനു. അമ്മയ്ക്ക് ദേഷ്യമില്ല എന്നോട് ഞാൻ അന്ന് അങ്ങനൊക്കെ പറഞ്ഞതിന്? എൻ്റെ മീനു, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലേ പിന്നെ ആര് മനസ്സിലാക്കാനടി? അല്ല, താൻ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞേ? എടോ, നമ്മള് ശരിയാവില്ല. അല്ല, താൻ എന്തൊക്കെയാ പറയണേ? എനിക്ക് മനസ്സിലായില്ല. എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. അതോ നീ ഇതിനി പുറത്ത് കാണിക്കാത്തതാണോന്നും എനിക്കറിയില്ല. നീ ഞാനും ഒട്ടും മാച്ചല്ല അനൂപ്. എന്തിന്? അല്ല, ഇത് പാര പറഞ്ഞേ. പിന്നെ ഞാൻ നിനക്ക് പറയാത്ത എന്താ? അല്ല, അതൊന്ന് പറഞ്ഞേ. നീ ഒഴികെ എല്ലാവരും നമ്മൾ നടന്നു പോകുമ്പോൾ പലരും പല രീതിയിലാണ് നോക്കുന്നത്. ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ നമ്മൾ അമ്മയും മോനോ എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് മുമ്പ് എൻ്റെ തടിയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് നിന്റെ സൈഡും കൂടി നോക്കിയേ പറ്റുമോ? ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്കും തോന്നും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോലും എനിക്ക് നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇത് നിർത്തുന്നതല്ലേ നല്ലത്. ഞാൻ ഈ തടിയും വെച്ച്
ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ കമൻ്റ് അടിക്കുന്നവരും നാട്ടുകാരൊന്നുമല്ല നിൻ്റെ കൂടെ ജീവിക്കണേ, ഞാനല്ലേ? എനിക്കൊന്നൊരു പ്രശ്നമില്ലെങ്കിലോ? അല്ല, ഞാൻ നിൻ്റെ കൂടെ നടക്കും, നീ നിന്നെ വഴി കൂടെ കൊണ്ടിട്ട് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ അവരൊക്കെ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ലെന്നേ. നമുക്ക് നമ്മൾ മാത്രം മതി. അതിനിടയിൽ വഴിയാത്രക്കാരെന്തിനാ? പിന്നെ ബൈക്ക്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. അത് കുറച്ച് ഹൈറ്റ് കൂടല്ല. ബൈക്ക് വാങ്ങി ആദ്യം മേടിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയാ, നീ എന്നെ മനഃപൂർവ്വം കയറ്റായിരിക്കാനല്ലടാ അത് മേടിച്ചിട്ട് വന്നെന്നാ. അതുകൊണ്ട് അത് നമുക്ക് മാറ്റാം. ഓക്കെ? എന്താ എന്നാ ഇനി നമുക്ക് 2 ലഡ്ഡു കഴിച്ചാലോ?